നമസ്കാരം. തിരുവല്ല ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഗിരീഷ് രാമചന്ദ്രൻ. തിരുവല്ലയിലെ കുറ്റൂരിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റെ വീട് കയറി 15 സംഘം നടത്തിയ ആക്രമണത്തിൽ പഞ്ചായത്ത് അംഗത്തിനും ഭദ്രസഹോദരൻ്റെ മകനും പരിക്ക്. കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി വിജയിച്ച മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മധുക്കുഴിയിൽ വീട്ടിൽ അനുപമ രാജൻ, ഭർത്തൃസഹോദരപുത്രൻ മിഥുൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വീടിൻ്റെ ജനാല സംഘം അടിച്ചു തകർത്തു. തിങ്കളാഴ്ച രാത്രി 8:30യോടെയായിരുന്നു സംഭവം. രാത്രി 8:30യോടെ അനുപമയും മക്കളും സഹോദരപുത്രൻ മിഥുനും വീടിൻ്റെ സിറ്റൗട്ടിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2-അംഗ സംഘം ബൈക്കിലെത്തി. തുടർന്ന് യാതൊരു പ്രകോപനമില്ലാതെ അസഭ്യം പറഞ്ഞു. മിഥുൻ ഇത് ചോദ്യം ചെയ്തതോടെ ഇരുവരും ബൈക്ക് ഓടിച്ചു പോയി. 2 മിനിറ്റുകൾക്കകം സംഘം വീണ്ടും തിരികെയെത്തി. വീടിൻ്റെ മുമ്പിൽ ബൈക്ക് നിർത്തി അസഭ്യഭക്ഷണം തുടർന്ന്. ഇതിനിടെ സംഘത്തിൽ ഒരാൾ ഫോൺ വിവരം അറിയിച്ചതിനെ തുടർന്ന് കാറിലും ബൈക്കിലുമായി 18ഓളം പേരടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി. ഇവർ കൂട്ടത്തോടെ വീടിൻ്റെ സിറ്റൗട്ടിലേക്കും കാർ പോർച്ചിലേക്കും ഇടിച്ചു കയറി. മിഥുനെ സംഘം ചവിട്ടി വീഴ്ത്തിയതിനു ശേഷം മർദ്ദിച്ചു. ഇത് തടയാൻ ശ്രമിച്ച ഗ്രാമപഞ്ചായത്ത് അംഗം അനുപമയും സംഘത്തിൽ ഒരാൾ തുറിച്ചു വീഴ്ത്തി. തുടർന്ന് വീടിൻ്റെ കാർ പോർച്ചിലെ ജനൽ ചില്ല അടിച്ചു പൊട്ടിച്ചു. സംഭവ സമയം രാജൻ വീട്ടിലുണ്ടായിരുന്നില്ല. ബഹളം കേട്ടെത്തിയ സമീപവാസികളും സംഘം വിരട്ടി. തുടർന്ന് സംഘം വാഹനങ്ങളിൽ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. കുറ്റൂർ 8-ാം വാർഡിൽ നിന്ന് കല്ലുകുളം സ്വദേശിയായ ജയരാജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയതെന്നും സംഘത്തിൽ ഉണ്ടായിരുന്നവരെ കണ്ടാൽ അറിയാമെന്നും അനുപമ രാജൻ പറഞ്ഞു. അനുപമ രാജൻ്റെയും മിഥുൻ്റെയും മൊഴിയുടെ പ്രകാരം കല്ലൂർക്കുളം സ്വദേശി ജയരാജ് അടക്കം 20 പേർക്കെതിരെ കേസെടുത്തതായി തിരുവല്ല DYSP പറഞ്ഞു. എൻ്റെ പേര് അനുപമ. ഞാൻ കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡ് മെമ്പറാണ്. ഇതുപോലെ തന്നെ ഞാനും മക്കളും കൂടി ഇവിടെ തിണ്ണയ്ക്കിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 പേര് ബൈക്കിൽ പോയി. ഇവർ ചീത്ത പറഞ്ഞാൽ ഇതുവഴി പോയേ. വണ്ടി നിർത്തി എന്നയാടെ കാര്യം പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞപ്പോൾ നിർത്താതെ തിരിച്ച് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരിവിടെ വന്ന് വണ്ടി നിർത്തി ചീത്ത വിളിക്കുമായിരുന്നു. ഒരു കാരണമില്ലാതെ ചീത്ത വിളിക്കുന്നതായിട്ട് ചോദ്യം ചെയ്യാൻ ചെന്ന് എന്നെ ആദ്യം പിടിച്ച് തള്ളിയിട്ടു. പിന്നെ എൻ്റെ മകനത് ചോദ്യം ചെയ്യാൻ വന്ന എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. ചോദ്യം ചെയ്യാൻ വന്ന അവനെയും പിടിച്ച് താഴെയിട്ട് കാലിന് ചവിട്ടി പിടിച്ചു. കയ്യിലിരുന്ന എന്തൊക്കെയോ വടിയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അത് വെച്ച് ജനലിൻ്റെ ചില്ലെല്ലാം തല്ലി തകർത്തു. അടിയും പിടിയും ബഹളം ഉണ്ടായി ഇവിടെ നല്ല രീതിയിൽ. എന്താ കാര്യമെന്നൊന്നും അറിയത്തില്ല. അവരോട് ചോദിച്ചിട്ട് കാര്യം പറഞ്ഞാലല്ലേ എന്തോ സംഭവം എന്താണെന്നറിയത്തില്ല. കാറിലാണ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാറിൽ ഒരു 10-20 എണ്ണം ഇങ്ങ് വന്നു. 20 എണ്ണത്തോളം ഉണ്ടായിരുന്നു. അന്നേരത്തെ ആ തിരക്കിനിടെ ആള് കുറേ പേരുണ്ടായിരുന്നു. ഈ വീടിൻ്റെ ഈ ഷെഡിലും ഒക്കെ ആയിട്ട് നിറയെ പേര് അപ്പുറത്തെ വീടിൻ്റെ മുറ്റത്തും ഉണ്ടായിരുന്നു. അവരുടെ തിണ്ണയ്ക്കും കിടന്ന് എല്ലാം കൂടെ ഭയങ്കര അടിയും ബഹളമായിരുന്നു. പ്രതികളെ ഒരാളെ എനിക്ക് ജയരാജ് എന്ന് പറയുന്ന കൊച്ചനെ എനിക്കറിയാം. പിന്നെ മറ്റുള്ളവരെയൊക്കെ കണ്ടാലറിയാം. എൻ്റെ പേര് മിഥുൻ എന്നാണ്. ഞാൻ വാർഡിലെ മെമ്പർ. ഈ വാർഡിലെ മെമ്പർ എൻ്റെ ചിറ്റയാണ്. അതായത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ ഇവിടെ വീടിൻ്റെ മുറ്റത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 പേര് ബൈക്കിൽ വെള്ളം അടിച്ചിട്ട് അങ്ങോട്ട് ചീത്ത വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ചോദിച്ചു എന്തോ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഇമാർ നേരെ വിട്ടങ്ങ് പോയിട്ട് തിരിച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് 2 പേര് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അസഭ്യം ചീത്ത പറയായിരുന്നു ഞങ്ങളെ 2 പേര്. ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് ചോദിച്ചു എടാ എന്തോ നിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചപ്പം അമ്മമാരൊന്നും പറയാതെ നമ്മളെ ചീത്ത വിളിക്കുമായിരുന്നു. ചിറ്റ ഇറങ്ങിച്ചെന്ന് ചോദിക്കുകയും ഇവന്മാർ ചിറ്റയ്ക്കെതിരെ ചീത്ത വിളിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തോടനെ ആൾക്കാർ കൂടി. ഇവന്മാരൊരു 10 മിനിറ്റ് കഴിഞ്ഞോടനെ ആരോ ഒരു 10-15 പേരെ വിളിച്ചു. അമ്മമാരൊരു 10-15 പേര് ഒരു കാറേ വന്ന് ഇറങ്ങി ചിറ്റയെ പിടിച്ച് തള്ളി. ചിറ്റ താഴെ വീണു. അന്നേരം ഞാൻ ചോദിക്കാൻ ചെന്നോടനെ ഇവന്മാർ എന്നെയും പിടിച്ച് താഴെ ഇട്ടിട്ട് കാല് ചവിട്ടി പിടിച്ച് കാല് മൊത്തം നീര് വെച്ചിരിക്കുക. എനിക്കിപ്പോൾ ഒന്നുകൂടെ ആശുപത്രിയിൽ പോകണം. അത് കഴിഞ്ഞ് അവരിവിടെ നിന്ന് കൊല വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചീത്ത വിളി. എല്ലാവരും നല്ല വെള്ളമായിരുന്നു. ഞങ്ങൾ പറയുന്നുണ്ട് എന്തോ പ്രശ്നം എന്തുവാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇതൊന്നും പറയാതെ ഞങ്ങളെ ചീത്ത വിളിക്കുകയും വീണ്ടും കല്ലെറിയുകയും ഏതാണ്ട് കയ്യിൽ ഏതാണ്ട് വടിയോ ചൂണ്ടക്കൊളുത്തോ ഏതാണ്ട് പോലത്തെ സാധനമൊക്കെ കയ്യിലുണ്ട്. അതുകൊണ്ട് അടിക്കാൻ വരികയും താഴെ ഇട്ട് ചവിട്ടി എൻ്റെ ചുണ്ടിൻ്റെ ഇവിടെ എല്ലാം അടിച്ചു പൊട്ടിച്ചു. പിന്നെ അവരിവിടെ നിന്ന് കുറേ നേരം ചീത്ത വിളിച്ചു. വെളിയിൽ ഇറങ്ങി വീടിൻ്റെ ഫ്രണ്ട്, എൻ്റെ വീട് അപ്പുറത്താണ്, അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഭയങ്കര ചീത്ത വിളിച്ച് ഇവന്മാർ വണ്ടി ഇട്ട് അരപ്പിച്ച് നേരെ അങ്ങ് പോകുമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ആശുപത്രിയിൽ പോയി.